യൂട്യൂബിൽ നോക്കിയിട്ടാണ് പഠിക്കണതാ. ഇന്നെന്തായാലും വല്ലതും നടക്കുവോ? അയ്യോ മതി, അത് കേട്ടാ മതി. അപ്പൊ ഞാൻ ഫ്രീ ആണെന്ന്. ഇതാണ് നമ്മളെ ബാങ്ക്. ആദ്യം ഇവിടുന്ന് പൈസ എടുക്കണം. നമ്മൾ സാധനം എടുക്കാൻ വേണ്ടി വന്ന കേട്ടോ. കറക്റ്റ് നോ പാർക്കിങ്ങിൽ വണ്ടി എടുത്തിക്കണം. നോക്കാം, ഒരു സംഭവം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ ഷൂസ് ഇവിടെ ആകെ 2 ഉള്ളൂ. ഒന്ന് ഞാൻ എടുത്തു. ഇതൊക്കെ നോക്കാം, 45 ആർക്കിടാനാ. നമ്മളേറ്റ സാധനമില്ല കൈസ്. നമ്മൾ തിരിച്ചു പോവാം. പോവാ. അടുത്തത് നമ്മളെ പരിപാടി ഗോഡൗൺ പോലെ ഉണ്ട് കൈസ്. ചിക്കൻ കടേൻ്റെ അറ്റത്താണ്. ഇവിടെ വന്നപ്പോൾ ഞാനൊരു കാര്യം ആലോചിച്ചിട്ടുണ്ടായി. അതെന്താ അറിയും, നമ്മൾ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ കൊല്ലണം ചെയ്യുന്നതിനെ അറിയും, കോയിനാണ്. കണ്ടില്ലേ, എടുത്തിങ്ങനെ എറിയാണ്. പക്ഷെ നമ്മുടെ നാട് പുരോഗമിച്ചു. ഹൈടെക് ചിക്കൻ കടയാണ്. ചിക്കൻ കട്ട് ചെയ്യാൻ മെഷീന്, അപ്പുറത്ത് ക്ലീൻ ആക്കാൻ വേറെ മെഷീൻ. എന്താണ് കുക്കിംഗ് ടൈം. മിക്സിയിലിട്ട് അരക്കല്ലേ. അപ്പൊ പിന്നെ ഇറക്കേണ്ടി വരും. രണ്ടും മുളപ്പം പോവില്ല. ഇല്ലല്ലോ എവിടെ. എന്തായാലും അന്നെ കൂടെ ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് പോവാ. ഞാൻ മെയിൻ കലാപരിപാടികൾ കേട്ടോ. ഇങ്ങോട്ട് നോക്കുക. ആദ്യം ഇതിന് ഓരോ കഷ്ണം എടുക്കുക. ആദ്യം ഓരോ കഷ്ണം എടുത്തിട്ട് കത്തി എടുത്തിട്ട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ വരഞ്ഞെടുക്കുക. നല്ലോണം വരണം. അവിടെയും ഇവിടെയും നല്ലോണം വരഞ്ഞു കൊടുത്തിട്ട് ഓരോന്ന് ആ പാത്രത്തിലേക്ക് ഇടുക. പിന്നെ നമുക്ക് മസാല കൂട്ടണം. നമ്മൾ ആദ്യം അരച്ച മസാല എടുത്തിട്ട് അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു തരില്ലേ. ആദ്യം നമ്മളെ സ്പെഷ്യലാണ്. കുറച്ച് മുളകും പൊടി ഇടുക. എന്നിട്ട് പിന്നെ അതിൽ ലേശം മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ നമ്മൾ അൽഫാം മസാലയുടെ പാക്കറ്റിന് എടുക്കുക. ഒന്നും നോക്കണ്ട, ഫുള്ളായിട്ട് കൂട്ടരുത്. പിന്നെ ഒരു നാരങ്ങ എടുത്തിട്ട് നാരങ്ങ നല്ലോണം പിഴിഞ്ഞെടുക്കുക. പിന്നെ കുറച്ച് തൈര്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ. ആ ചിക്കൻ്റെ പീസ് എടുത്തിട്ട് അതിന് നല്ലോണം തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിൽ വെക്കണം. ഒരു 2 മണിക്കൂർ നേരം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. വലിയ ആൾക്കാരായിട്ട് അൽഫാം ഉണ്ടാക്കാൻ നിന്നാണ്. ഈ നേരം വരെ ഞങ്ങൾക്ക് ഗ്രില്ലുണ്ടാകുന്നില്ല. ഇനി ഗ്രില്ലായിട്ട് വേണം. ഏതൊക്കെയോ കാട്ടുക്ക് കയറിപ്പോണ്ട്. ഇപ്പം ഞങ്ങൾ എവിടേക്കാണോ. മൂപ്പരാണ് ഇവിടുത്തെ മെയിൻ. മൂപ്പര് പറഞ്ഞാൽ നമുക്ക് ഗ്രില്ലൊന്നും ഇവിടെ ഇല്ലാന്നാണ്. അവസാനം നമ്മൾ ഒപ്പിച്ചു. പക്ഷെ ഇതുമ്പോൾ ഫുൾ തുരുമ്പാണ്. ഇത് കയ്യിലുള്ള ചിരട്ടയാണ് കേട്ടോ. കുറെ നേരമായി കത്തിച്ചു. ഇതൊന്ന് കത്തി കിട്ടണ്ടേ. കെടുക. പണ്ടാര ആറ്റ് നോറ്റൊന്ന് കനലായി കിട്ടിയിരുന്നു. ഇനി ഇത് ബാക്കി ഉണ്ടാക്കാം നമുക്ക്. 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് ചിക്കൻ എടുക്കുക. എന്നിട്ട് ഓരോ പീസായിട്ട് ഗ്രില്ലിലേക്ക് എടുക്കുക. ഗ്രില്ലിലേക്ക് അടുക്കിയിട്ട് ഒന്നും നോക്കണ്ട. നല്ല കനലുണ്ട്. എല്ലാം സെറ്റ് ആക്കണം. എന്നിട്ട് നേരെ എടുക്കുക. കനലിൻ്റെ മുകളിൽ വെക്കുക. കുറച്ച് നേരം വെച്ചിട്ട് നല്ലോണം ചൂടാക്കുക. എന്നിട്ട് ഒന്ന് അങ്ങോട്ട് തിരിച്ച് വെക്കുക, മറിച്ചും വെക്കുക. എന്നിട്ട് നല്ലപോലെ ഗ്രില്ല് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞില്ലേ. ചക്കനിതാ അൽഫാം ഉണ്ടാക്കാൻ പഠിച്ച് അൽഫാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ ഇതിൻ്റെ മട്ടെന്നുള്ളത് അറിയണമെങ്കിൽ ഇത് കഴിച്ചു നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഓല അവിടെ എത്തിയിട്ട് പൊറോട്ട അങ്ങനെ കഴിച്ച് നമ്മോട് മാറിയിരുന്നു. വാപ്പാടെന്ന് സംസാരിച്ചിട്ടുണ്ട്. എന്താ ഇത് തല്ല് മൂപ്പര്. നമുക്ക് പറഞ്ഞതിൽ ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ടാകും. പക്ഷെ ഭയങ്കര മെനക്കെടാണ്. നമുക്ക് കുറച്ച് പൊറോട്ട വാങ്ങാം, അത് നല്ലത്. സാധനം കിട്ടിക്കണു. പൊറോട്ട കൊണ്ട് തന്നെ അമ്മമാരി ആറ്റിറ്റ്യൂഡ്. നമ്മൾ അൽഫാം ഉണ്ടാക്കി.
ആരുടെ എടുത്തോളൂ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയണ്ട, അടിപൊളിയാണ്. അടിപൊളി. ഒറ്റക്കല്ല ഉണ്ടാക്കാൻ, ഞാനും പാടെ കൂടി ഉണ്ടാക്കണ. അപ്പൊ എന്താ കഴിച്ചിട്ടൊന്നുമില്ല. ഓൻ പറയുന്നത് അടിപൊളിയായിരുന്നു, ഓൻ ഉണ്ടാക്കിയതാണ്. ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയാലേ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടെന്നുള്ളത്. കുഴപ്പമില്ല, എന്തായാലും നമ്മൾ കടയിൽ നിന്ന് കഴിക്കണം അതേ നല്ല ടേസ്റ്റില്. കുഴപ്പമില്ല, സാറേ അടിപൊളി. അപ്പൊ ശരി, ബൈ. ബൈ.